രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരേ സമയത്ത് ഗസയിൽ കരയുദ്ധം വ്യാപിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, ഇന്ന് മാത്രം ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ യമനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യമനിലെ ഹൊദൈദ തുറമുഖത്തേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അമേരിക്ക ഖത്തറിന് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഖത്തറിലേക്ക് ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നേരത്തെ അമേരിക്ക നൽകിയിരുന്നു. എന്നാൽ ഹമാസിനെ തകർക്കാൻ, ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളിയെ ഇല്ലാതാക്കാൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആക്രമണം വ്യാപിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ആ പ്രതികരണം സത്യമായിരിക്കുന്നു. അവരതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ യമനിലെ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ജൂലൈയിലും ഹൊദൈദ തുറമുഖത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, 3 ആഴ്ച മുമ്പ് യമന്റെ തലസ്ഥാനമായ ഹൂതി നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമായ സനാ സിറ്റിയിലേക്കും ഇതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗസ സിറ്റിയിലെ അവസ്ഥ അതിദാരുണമാണ്. ആളുകൾ കൂട്ടപ്പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളരെ സംരക്ഷിതമായ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാണ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അൽമവാസി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അവിടം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി 15,000-ഓളം ആളുകൾ തിരിച്ചു വീണ്ടും ഗസ സിറ്റിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം 13 ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ ബാക്കിയായിരിക്കുന്നത്. ഇവർക്ക് പോകാൻ സാധിക്കാത്തത്, തിരിച്ചു പോകാൻ സാധിക്കാത്തത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്വന്തം വേണ്ടപ്പെട്ടവർ കൂടി പെട്ടുപോയിട്ടുണ്ട്. അവരെ കൂടി തപ്പിയെടുത്തിട്ട് വേണം തങ്ങൾക്ക് തിരിച്ചു പോകാൻ എന്ന സാഹചര്യമുണ്ട്. 24-ന്റെ പ്രൈം ടൈമിലാണ് കഴിഞ്ഞ ദിവസം അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്തോഷ് കുമാർ പങ്കെടുത്തത്. നമ്മളോടൊപ്പം ചേർന്നിരുന്നു, സംസാരിച്ചിരുന്നു. അൽമവാസിയിലെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ടെന്റുകളിൽ ഇനി ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയും ആളുകൾ അങ്ങോട്ട് വന്നാൽ അവിടെ ഒരു തരത്തിലുള്ള സംവിധാനവും ഒരുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല, ഭക്ഷണമില്ല, ശുദ്ധമായ കുടിവെള്ളമില്ല. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ്. വീണ്ടും തെക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ റഫാ അതിർത്തി കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഗസയിലെ മനുഷ്യർ എത്തുകയാണ്.